നമ്മളുടെ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് നമ്മളിവിടെ ചെയ്തത്. ആദ്യമേ പറഞ്ഞിരുന്നു ഇത് 3 പാർട്ട് സീരീസ് ആണ്. അതിന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാർട്ടാണ്. ബാക്കി ആസ്പെക്ട്സ് ഓഫ് ദീസ് ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ എൻട്രിയുടെ പെയ്ഡ് കോഴ്സിൽ അവൈലബിൾ ആയിരിക്കും. So we'll start. So this I have titled it miscellaneous topics എന്നുള്ള രീതിയിലാണ് ടൈറ്റിൽ ചെയ്യുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ചില ടോപ്പിക്കുകളാണ് എടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഈസ് നമുക്ക് മാക്സിമം what we have is maximum diverse type of questions എടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, so to start with a very simple question, the rural population in India as per the 2011 census is how much crores? Actually വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെയുള്ള ഫാക്റ്റുകൾ ബൈ ഹാർട്ട് പഠിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ PSC സെറ്റിന് പോലുള്ള ഒരു എക്സാമിന് ഇങ്ങനെ ചോദിച്ചിട്ടുള്ള സ്ഥിതിക്ക് നമ്മൾ അങ്ങനെ പ്രിപ്പയർ ചെയ്തേ പറ്റുള്ളൂ. സോ 2011 സെൻസസ് പ്രകാരം നമ്മുടെ റൂറൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 83.37 കോടിയാണ്. മൊത്തം പോപ്പുലേഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ. മൊത്തം പോപ്പുലേഷൻ വരുന്നത് 121 കോടിയാണ്. അതിലൊരു 81 കോടി ഇവിടെയും 83 കോടി ഇവിടെയും പിന്നീട് ഒരു 38 കോടി അർബൻ ഏരിയാസിലാണ് വരുന്നത്. സോ പെർസെൻറ്റേജ് വൈസും നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. പെർസെൻറ്റേജ് വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 68% ആളുകൾ വരുന്നത് എവിടെയാണ്, നമ്മളുടെ അർബൻ ഏരിയാസിലാണ്. സോ നമ്മൾ ഒരു 68% ആളുകളും one second, there is some technical issue. സോ 68.8 അത് ഏകദേശം ഒരു 69% ആളുകൾ വരുന്നത് നമ്മളുടെ റൂറൽ സ്പേസുകളിൽ. ബാക്കി ആളുകൾ അറൌണ്ട് 31 പോയിന്റ് സംതിങ് ആളുകളാണ് നമ്മുടെ അർബൻ സ്പേസുകളിൽ വരുന്നത്. ആ ഫിഗേഴ്സ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ അറിയാൻ പറ്റും, നമ്മുടെ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അടിസ്ഥാനപരമായിട്ടുള്ള നമ്മളുടെ രാജ്യത്തിന്റെ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സിനെ പറ്റി കുറച്ചൊരു ബേസിക് ധാരണ വേണം. പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ റൈറ്റ് ഹാൻഡ് ഇതിൽ നിങ്ങൾ കാണുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് നമ്മളുടെ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സിനെ പറ്റിയുള്ള സെൻസസിൽ നിന്നുള്ള ഡാറ്റയാണ്. സോ ഇന്ത്യയുടെ പോപ്പുലേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് പോപ്പുലേഷൻ ആൻഡ് ഇറ്റ്സ് എ ഗ്രോയിങ് പോപ്പുലേഷൻ. സോ ഗ്രോത്ത് ഈ പറയുന്ന കാലങ്ങളിൽ സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും സ്റ്റിൽ വി ഹാവ് എ സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് ഗ്രോത്ത്. ഇന്ത്യയുടെ പോപ്പുലേഷൻ എത്രയാണ് എന്നൊരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇന്നത്തെ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഒരു 137 കോടി ആണെന്നാണ് UN-ന്റെ വേൾഡ് പോപ്പുലേഷൻ പ്രോസ്പെക്റ്റുകൾ പറയുന്നത്. 137 കോടി. പക്ഷെ മിക്കവാറും എക്സാമിന് വരുന്ന ചോദ്യം എങ്ങനെയായിരിക്കും, വാട്ട് ഈസ് ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ ആസ് പെർ ദ 2011 സെൻസസ് എന്നുള്ള രീതിയിലായിരിക്കും ചോദ്യങ്ങൾ വരിക. ആ ഒരു രീതിയിലാണ് ചോദ്യം വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എടുക്കേണ്ട ആൻസർ ഇസ് 121 crore. അപ്പോൾ 2011 സെൻസസ് പ്രകാരം നമ്മളുടെ പോപ്പുലേഷൻ 121 crore ആണ്. സോ ഈ 121 crore ഏകദേശം ഇന്ത്യയിൽ 25 കോടിയിൽ താഴെ ഹൗസ് ഹോൾഡുകളാണുള്ളത്. ആ ഫിഗർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇന്ത്യയിൽ 2011 സെൻസസ് പ്രകാരം എത്രത്തോളം ഹൗസ് ഹോൾഡുകൾ ഉണ്ട് എന്നുള്ളതാണ്. 25 കോടിയിൽ താഴെ ഹൗസ് ഹോൾഡുകളാണുള്ളത്. ആ 25 കോടിയിൽ താഴെ ഹൗസ് ഹോൾഡിൽ 121 കോടി ആളുകൾ ഉണ്ടായിരുന്നു. പോപ്പുലേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ എത്രത്തോളമാണ് മെയിൽ പോപ്പുലേഷൻ, ഒരു 62 കോടി മെയിൽ പോപ്പുലേഷനും ഒരു 58 കോടി ഫീമെയിൽ പോപ്പുലേഷനും. സോ ഓൾ ദീസ് ഡാറ്റാസ് ആർ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. So next is in addition to the size, the rate of the growth of population has been alarming since 1951. So what does that mean? Like ഇന്ത്യയുടെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് 1950 മുതൽ 1970s വരെയുള്ള കാലഘട്ടത്തിലുള്ള പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റിനെ നമ്മൾ ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ദാറ്റ്സ് വാട്ട് യു കോൾ ആസ് എ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. ഇന്നത്തെ നമ്മുടെ ഗ്രോത്ത് റേറ്റ് എത്രയാണ്? 2011 സെൻസസ് പറയുന്നത് ഇന്ത്യയുടെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് 1.3% എന്നുള്ളത്. 1.3. 2011 census says that the India's population growth rate is 1.3%. Still അത് ഗ്രോത്ത് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതായത് പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2021 അത് കുറഞ്ഞിട്ടുണ്ട്, 1% ആണ്. ബട്ട് സ്റ്റിൽ പോസിറ്റീവ് ഗ്രോത്ത് മീൻസ് പോപ്പുലേഷൻ ഇസ് ഗ്രോയിങ്. കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്.
ഇന്ത്യയുടെ പോപ്പുലേഷൻ ഗ്രോത്തിന്റെ സ്റ്റേജുകൾ നമുക്ക് പല സ്റ്റേജുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒരു 1891 ടു 2021 വരെയുള്ള ഒരു കാലയളവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റാഗ്നന്റ് പോപ്പുലേഷൻ പീരിയഡാണ്. അതായത് ബേസിക്കലി അവിടെ ഒരു പോപ്പുലേഷൻ ഗ്രോത്ത് ഒന്നും സംഭവിക്കുന്നില്ല. പിന്നീട് 1921 മുതൽ 1951 വരെയുള്ള കാലയളവിൽ നമ്മൾ സ്റ്റഡി ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ പീരിയഡ് എന്നാണ് പറയുന്നത്. പിന്നീടുള്ളൊരു 30 വർഷം 51 മുതൽ 80 വരെയുള്ള കാലയളവിലാണ് ഇന്ത്യയിലെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ നടക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ഓരോ സ്റ്റേജുകളുടെയും ഫീച്ചറുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പോപ്പുലേഷൻ എക്സ്പ്ലോഷനിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബർത്ത് റേറ്റ് ഹൈ ആയിരുന്നു, പക്ഷെ ഡെത്ത് റേറ്റ് കുറഞ്ഞു. അതിന് മുമ്പുള്ള സ്റ്റാഗ്നന്റ് പോപ്പുലേഷൻ ഫേസുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബർത്ത് റേറ്റും ഹൈ ആയിരുന്നു, ഡെത്ത് റേറ്റും ഹൈ ആയിരുന്നു. ഒരുപാട് ആളുകൾ ജനിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ മരിക്കുന്നുണ്ട്. സോ ബേസിക്കലി പോപ്പുലേഷൻ ഗ്രോ ചെയ്യുന്നില്ല എന്നുള്ളത്. എക്സ്പ്ലോഷൻ ഫേസിൽ എന്താ സംഭവിക്കുന്നത്? ബർത്ത് റേറ്റ് ഹൈ ആയിട്ട് നിലനിന്നു, പക്ഷെ ഡെത്ത് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റുകളുടെ റിസൾട്ട് ആയിട്ട് ഒരുപാട് ലോവർ ചെയ്തു. പിന്നീട് പോസ്റ്റ് 1981 ഫേസിലോട്ട് നമ്മൾ പോയി നോക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ബർത്ത് റേറ്റും പിന്നീട് ലോവർ ആവുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, നൗ ദ ഫസ്റ്റ് സ്റ്റേജ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈ ബർത്ത് റേറ്റ്, ഹൈ ഡെത്ത് റേറ്റ്. ഈ സ്റ്റേജുകളും ഇന്ത്യ ഏതൊക്കെ കാലങ്ങളിലാണ് ഈ പറയുന്ന ഇതിൽ നിന്നത് എന്നുള്ളത് നമ്മൾ നോക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇന്ത്യ 1921 മുമ്പ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിലായിരുന്നു, എന്നാൽ അതേസമയം 1971 ശേഷമാണ് നമ്മൾ തേർഡ് സ്റ്റേജിൽ വരുന്നത്. ഒരു 21 മുതൽ 71 വരെയുള്ള കാലയളവിലായിരുന്നു നമ്മൾ സെക്കൻഡ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 റേറ്റുകളും ഹൈ ആണ്, ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഹൈ ആണ്. ലാസ്റ്റ് സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 റേറ്റുകളും ലോവർ ആണ്. ദ മിഡിൽ സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഡെത്ത് റേറ്റ് ലോവർ ആണ്, ബർത്ത് റേറ്റ് കൂടുതലാണ്. ഇനി ഇന്ത്യയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി പറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് ദ ഡെൻസിറ്റി ഓഫ് ദി പോപ്പുലേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ആസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് പേഴ്സൺ പെർ സ്ക്വയർ കിലോമീറ്റർ ഓഫ് ലാൻഡ് ഏരിയ. സോ അതായത് ഒരു സ്ക്വയർ കിലോമീറ്റർ ലാൻഡ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഒരു കിലോമീറ്ററിന്റെ ഒരു ചതുരം വരച്ചു കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം ആളുകൾ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പോപ്പുലേഷൻ ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പോപ്പുലേഷൻ ഡെൻസിറ്റി അങ്ങോളം ഇങ്ങോളം നോക്കുന്ന സമയത്ത് വലിയ വ്യതിയാനങ്ങളുണ്ട്. അർബൻ സ്പേസുകളിലുള്ള പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലാണ്, റൂറൽ സ്പേസുകളിൽ അത് കുറവാണ്. ഈ രണ്ട് ഫിഗറുകളും ഇമ്പോർട്ടന്റ് ആണ്. 2011 സെൻസസിലെ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എത്ര? 382 പെർ സ്ക്വയർ കിലോമീറ്റർ. അതായത് ശരാശരി ഇന്ത്യയുടെ ഒരു സ്ക്വയർ കിലോമീറ്റർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു 382 ആൾ ജീവിക്കുന്നുണ്ട്. വെരി ഇമ്പോർട്ടന്റ് ഫിഗർ 382. കേരളത്തിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രയാണ് എന്നുള്ളതും ഒരു പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. 860. ആ 2 ഫിഗറുകളും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് നിങ്ങൾ നോക്കേണ്ടുന്ന ഒരു കാര്യമാണ് സെക്സ് റേഷ്യോ. അതായത് ഇന്ത്യയുടെ സെക്സ് റേഷ്യോ എന്താണ്? ഈ ഒരു ഫിഗറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1961 ഇപ്പൊ 2 ടേബിളുകളാണ്, നമുക്ക് 2 ഫ്ലോ ചാർട്ടുകൾ ഇവിടെയുണ്ട്. ആദ്യമായിട്ട് ഐ വാണ്ട് യു ടു ഫോക്കസ് ഓൺ ദ റെഡ് കളേർഡ് വൺ. റെഡ് കളർ വൺ 1961 941 എന്നുള്ളതായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതായത് 940 എന്ന് പറയുമ്പോൾ നമ്മൾ സെക്സ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബേസിക്കലി ഫീമെയിൽ ടു മെയിൽ പോപ്പുലേഷൻ. ഒരു 1000 മെയിലുകൾക്ക് എത്ര ഫീമെയിൽസ് ഉണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ഹയർ സെക്സ് റേഷ്യോ മീൻസ് മോർ ഫീമെയിൽസ് ആൻഡ് ലോവർ, 1000-നെക്കാളും കൂടുതലാണ് സെക്സ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽസ് ആണ് കൂടുതൽ. 1000-നെക്കാളും താഴെയാണ് സെക്സ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽസ് ആണ് കൂടുതൽ. സോ ഇവിടെ ഇന്ത്യയുടെ ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ത്രൂ ഔട്ട് നമ്മുടെ സെക്സ് റേഷ്യോ ബിലോ 1000 ആണ്. അതിനർത്ഥം മെയിൽസ് ആർ ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് മെയിൽസ് ആർ ലാർജർ ദാൻ നമ്പർ ഓഫ് ഫീമെയിൽസ്. 2011 കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദി ആൻസർ ഇസ് 940. സെക്സ് റേഷ്യോ വാസ് 940. അത് ഒരു 1000 മെയിൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 940 ഫീമെയിലുകളാണ് അവിടെയുള്ളത്. നൗ 0 to 6 എന്ന് പറയുന്ന സെക്സ് റേഷ്യോ ഉണ്ട്. അത് കുട്ടികളിലുള്ള സെക്സ് റേഷ്യോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് വീണ്ടും കുറവാണ്, 914 ആണ് വരുന്നത്. ഈ 2 ഫിഗറുകളും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ആക്ച്വലി ഈ കേരളത്തിലെ സെക്സ് റേഷ്യോ ഇസ് മോർ ദാൻ 1000. അതായത് കേരളത്തിൽ ഫീമെയിൽസ് ആണ് മെയിൽസിനെക്കാളും കൂടുതലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. സോ പിന്നീട് നമ്മൾ നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്ന ഒരു കാര്യമാണ് ദി ഐഡിയ ഓഫ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ആൻഡ് ദി ഐഡിയ ഓഫ് ഏജ് കോമ്പോസിഷൻ. സോ ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഒക്കെ മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ പോപ്പുലേഷൻ പിരമിഡ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ദിസ് ലുക്സ് ലൈക്ക് എ പിരമിഡ്, റൈറ്റ്? ഒരു പോപ്പുലേഷൻ പിരമിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം എന്നല്ല ഏതൊരു പോപ്പുലേഷൻ്റെയും പോപ്പുലേഷൻ പിരമിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പോപ്പുലേഷനെ നമ്മൾ എടുത്തിട്ട് ഇതുപോലത്തെ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാണ്. ഈ നടുവിലൂടെ പോകുന്ന ലൈനാണ് 0% പോപ്പുലേഷൻ എന്ന് പറയുന്നത്.
അതിന്റെ റൈറ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫീമെയിൽ പോപ്പുലേഷനും ലെഫ്റ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെയിൽ പോപ്പുലേഷനും കിട്ടും. സോ ഹൗ ഡു യു റീഡ് ദിസ്? ആൻഡ് എക്സ് ആക്സിസിൽ എന്താണുള്ളത്? പോപ്പുലേഷൻ എത്രത്തോളമാണുള്ളത്. നടുവിൽ 0 ആണ്. അവിടുന്ന് ഇങ്ങോട്ട് റൈറ്റിലോട്ട് പോകുമ്പോൾ 0 to 100 മില്യൺ എന്ന് മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ 0 to 100 മില്യൺ എന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. വൈ ആക്സിസിൽ നമുക്ക് ഏജ് ഗ്രൂപ്പുകളാണുള്ളത്. 0 to 4, 5 to 9, 10 to 14, 15 to 19 പോലുള്ള ഏജ് ഗ്രൂപ്പുകളാണ് നമുക്കുള്ളത്. അപ്പൊ ഏതെങ്കിലും ഒരു ഏജ് ഗ്രൂപ്പിൽ എത്രത്തോളമാണ് പോപ്പുലേഷൻ ഉള്ളത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ബാറിന്റെ ലെങ്ത് നമ്മൾ നോക്കുക. 0 ഇങ്ങോട്ടുള്ളത് നോക്കുക, 0 ഇങ്ങോട്ടുള്ളത് നോക്കുക. രണ്ട് വാല്യൂകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പറയുന്ന ഏജ് ഗ്രൂപ്പിൽ എത്രത്തോളം പോപ്പുലേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നിന്നുള്ള റൈറ്റ് സൈഡിലോട്ട്, അതായത് എന്റെ റൈറ്റ് ആണ്, നിങ്ങൾക്ക് റൈറ്റ് ആയിരിക്കില്ല, അതായത് സ്ലൈഡിന്റെ റൈറ്റിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫീമെയിൽസ് എത്രത്തോളം ഉണ്ട് ആ ഏജ് ഗ്രൂപ്പിലെന്നും ലെഫ്റ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെയിൽസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഐ കാണ്ട് യൂസ് എൻ അനോട്ടേഷൻ, നമുക്കിവിടെ അനോട്ടേഷൻ ഫീച്ചർ ഇല്ല, ഐ എം സോറി അബൌട്ട് ദാറ്റ്. സോ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ പോപ്പുലേഷൻ കോമ്പോസിഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് മാക്സിമം ആളുകളെ നമുക്ക് കാണുന്നത് മിഡിലാണ്. വാട്ട് ഡസ് ദാറ്റ് മീൻ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് റിലേറ്റീവ്ലി യങ്ങർ പോപ്പുലേഷൻ ആണ് എന്നുള്ളതാണ്. So this is the whole idea of something called as a demographic dividend. Demographic dividend basically means so the idea of a demographic dividend, പല ആളുകളുടെയും വിചാരം യങ് പോപ്പുലേഷൻ അല്ലെങ്കിൽ യൂത്ത് പോപ്പുലേഷന്റെ കോമ്പോസിഷൻ കൂടുതലുള്ളതാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്നാണ് പല ആളുകളുടെയും വിചാരം. എന്നാൽ അതേസമയം ജസ്റ്റ് പോപ്പുലേഷൻ കൂടുക എന്നുള്ളതല്ല ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്, അല്ലെങ്കിൽ യങ് പോപ്പുലേഷൻ കൂടുക എന്നുള്ളതിനെയല്ല നമ്മൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യങ് പോപ്പുലേഷൻ കൂടുതലായി കഴിഞ്ഞാൽ അതിന്റെ അഡ്വാൻറ്റേജ് എന്താ? വർക്ക് ചെയ്യാൻ കൂടുതൽ ആളുകൾ ഉണ്ടാവും. സോ എ ഹയർ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദ യങ് ഏജസ് ഓർ ഇൻ ദ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ മീൻസ് ഹയർ നമ്പർ ഓഫ് പീപ്പിൾ വർക്കിംഗ് മീൻസ് എ ഹയർ കോൺട്രിബ്യൂഷൻ ടു ദി GDP ആൻഡ് ദാറ്റ് മീൻസ് എ ഹയർ എക്കണോമിക് ഗ്രോത്ത്. വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ കൂടിയതിന്റെ റിസൾട്ട് ആയിട്ട് എക്കണോമിക് ഗ്രോത്തും GDP-യിലുള്ള കോൺട്രിബ്യൂഷൻ കൂടുന്നതിനെയാണ് നമ്മൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ടേം ഡിവിഡൻഡ് വെരി ക്ലിയർലി. കാരണം ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡിലൂടെയാണ് കടന്നു പോകുന്നത്. ദാറ്റ്സ് ഗുഡ് ഫോർ എ നേഷൻ. കാരണം കുറെ ആളുകൾ ജോലി ചെയ്യാനുള്ളത് കൊണ്ട് യു ക്യാൻ ഏൺ മോർ. പക്ഷെ അത് മറ്റൊരു ക്രൈസിസിലോട്ടും പോകുന്നു. ഇപ്പൊ ഒരുപാട് ആളുകൾ ജോലി ചെയ്യാൻ ഉണ്ടാവുന്ന സമയത്ത് യു തിങ്ക് അബൌട്ട് എ സിറ്റുവേഷൻ, നമുക്ക് കൃത്യമായിട്ട് ആളുകൾക്ക് കൊടുക്കാൻ ജോലി ഇല്ലെങ്കിലോ ദാറ്റ് വിൽ ലീഡ് ടു അൺഎംപ്ലോയ്മെന്റ്. അതാണ് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. സോ then we have this rural urban composition that we have over here. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഫിഗറുകൾ കൊടുത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞ ഫിഗറുകൾ തന്നെയാണ് 68.84 എന്ന് പറയുന്ന ഒരു ഫിഗറിലോട്ട് എത്തുന്ന ഡാറ്റയാണ് ബേസിക്കലി ഇവിടെ കാണുന്നത്. എത്രത്തോളം ആളുകൾ റൂറൽ സ്പേസുകളിലും അർബൻ സ്പേസുകളിലും ഉണ്ട് എന്നുള്ളത്. Now something that's very important is something called as TFR, or the total fertility rate. or TFR എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലുള്ള ഒരു കപ്പിൾസിന് ആവറേജ് എത്ര ചിൽഡ്രൻ ഉണ്ടാവുന്നു എന്നുള്ളതാണ് TFR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. TFR 2 പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം TFR 2 പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു കപ്പിൾ എടുത്തു കഴിഞ്ഞാൽ ദേ ആർ ഹാവിങ് ഓൺ ആൻ ആവറേജ് 2 ചിൽഡ്രൻ. സോ ദാറ്റ്സ് ദി ഐഡിയ ഓഫ് TFR. അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, ദ റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി. റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി സംതിങ് കോൾഡ് ആസ് 2.1. അതായത് ഇന്നത്തെ പോപ്പുലേഷൻ, ഇതേ പോപ്പുലേഷൻ തുടർന്ന് പോകണമെന്നുണ്ടെങ്കിൽ എവറി കപ്പിൾ ഷുഡ് ഹാവ് 2.1 ചിൽഡ്രൻ. 2.1 ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഡസ് നോട്ട് മേക്ക് സെൻസ്. അതിന്റെ സെൻസ് എന്താണെന്ന് വെച്ചാൽ 10 കപ്പിൾസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് 21 കുട്ടികൾ ഉണ്ടായിരിക്കണം. ഈ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ആർ ലൈക്ക് അതർ ഫാക്ടേഴ്സ്. അതുകൊണ്ടാണ് ഈ 2.12 അല്ലാതെ 2.1 വേണം എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഫെർട്ടിലിറ്റി പോലുള്ള ഇഷ്യൂസിനെയൊക്കെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇന്ത്യയുടെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ഇപ്പൊ എത്രയാണെന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യസ് TFR 2019-21 നടന്നിട്ടുള്ള ലേറ്റസ്റ്റ് NFHSന്റെ റിപ്പോർട്ട്, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യയുടെ ഫെർട്ടിലിറ്റി, ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2 ആണ്. സോ ആ ഫിഗർ ഓർത്ത് വെക്കുക. എത്രയാണ് റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി? 2.1 ആണ്. ആ ഫിഗർ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റിനെക്കാളും കുറവാണ് നമ്മുടെ TFR എന്നുള്ള ഒരു ഫാക്ട് കൂടി നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കണം. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ഫാക്ട്. ഇനി സെൻസസിന്റെ വളരെ ബേസിക് ആയുള്ള മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സ്റ്റേറ്റ് ഏതാ? ബീഹാറാണ്. ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ബീഹാറിലാണ്. ലോവസ്റ്റ് ഉള്ളത് അരുണാചൽ പ്രദേശിലാണ്. അറിയാം, അരുണാചൽ പ്രദേശ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മലപ്രദേശങ്ങളും അതുപോലെ തന്നെ ഫോറസ്റ്റഡ് ഒക്കെ ആയിട്ട് കിടക്കുന്ന ഏരിയാസ് ആണ്. അവിടെയുള്ള പോപ്പുലേഷൻ റിലേറ്റീവ്ലി കുറവാണ്.
യൂണിയൻ ഏറ്റവും കുറച്ച് പോപ്പുലേഷൻ ഉള്ള യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് ലക്ഷദ്വീപാണ്. ഏറ്റവും അധികം പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ് UP, ഏറ്റവും ലോവസ്റ്റ് പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ് സിക്കിം. അപ്പൊ ഓർത്തു വെക്കാൻ എളുപ്പമാണ്. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ എവിടെയാ? UP. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി എവിടെയാ? അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ബീഹാറിലെ. ഏറ്റവും കുറച്ച് പോപ്പുലേഷൻ എവിടെയാ? സിക്കിമിൽ. ചെറിയ സ്റ്റേറ്റ് അല്ലേ. ഏറ്റവും കുറച്ച് പോപ്പുലേഷൻ ഡെൻസിറ്റി എവിടെയാ? സിക്കിമിനോട് വളരെ സമാനമായുള്ള നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആയിട്ടുള്ള അരുണാചലിൽ. അപ്പൊ പോപ്പുലേഷൻ ആണെങ്കിൽ അവിടെ UPയും സിക്കിമും, ഡെൻസിറ്റി ആണെങ്കിൽ അവിടെ ബീഹാറും അരുണാചലും. ഇനി ദ സ്റ്റേറ്റ് വിത്ത് ഹയസ്റ്റ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് എവിടെയാണ്? കേരളമാണ്. കേരളത്തിലാണ് ഏറ്റവും ഉയർന്ന സെക്സ് റേഷ്യോ ഉള്ളത്. ഏറ്റവും ലോവസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ളത് ഹരിയാനയാണ്. ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഈസ് എബവ് 1000. ദാറ്റ് മീൻസ് വി ഹാവ് മോർ ഫീമെയിൽസ് ദാൻ മെയിൽസ്. ആൻഡ് ഹരിയാനയിൽ ഇറ്റ്സ് ദി അതർ വേ അറൗണ്ട്. ഡെഫിനറ്റ്ലി ഇറ്റ്സ് ദി അതർ വേ അറൗണ്ട്. പിന്നെ ഏറ്റവും ഉയർന്ന ലിറ്ററസി റേറ്റ് ഉള്ളത് കേരളത്തിലാണ്. ഏറ്റവും ലോവസ്റ്റ് ലിറ്ററസി സ്റ്റേറ്റ് ഉള്ളത് ബീഹാറിലാണ്. അതുപോലെ തന്നെ ലിറ്ററസി റേറ്റിന്റെ ഒരു ബേസിക് ഡാറ്റ സെറ്റുകളും നിങ്ങൾ നോക്കി വെക്കണം. ഇന്ത്യയിൽ ഒരു ഓവറോൾ ലിറ്ററസി എന്ന് പറയുന്നത് 74%. എന്നാൽ അതേസമയം മെയിൽ ലിറ്ററസി അതിനേക്കാളും ഹയർ ആണ്, 82%. ഫീമെയിൽ ലിറ്ററസി എന്ന് പറയുന്നത് അതിനേക്കാളും ലോവർ ആണ്, 65 ആണ്. സോ ദാറ്റ് ഓൾസോ യു കീപ് ഇൻ മൈൻഡ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. MSPയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. MSP ഫോർ MFP. MSP ഫോർ MFP ആണ് ഇവിടെ പറയുന്നത്. എന്താ അതിന്റെ അർത്ഥം? MSP മിനിമം സപ്പോർട്ട് പ്രൈസ് ഫോർ മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. വാട്ട് ഈസ് ദിസ് ഐഡിയ ഓഫ് മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്? മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാടുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ടിമ്പർ അല്ലെങ്കിൽ ചില ടെൻഡു ലീവുകൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. ഈ ട്രൈബൽസ് ഒക്കെ പലപ്പോഴും കാടുകളിൽ നിന്ന് എടുത്തിട്ട് വിൽക്കുന്ന പ്രൊഡക്റ്റുകളാണ്. അവർക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻകം ആണ് ഈ മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. ഈ മൈനസ് ഫോറസ്റ്റ് പ്രൊഡ്യൂസുകൾക്കുള്ള MSP ഡിക്ലെയർ ചെയ്യുന്നത് ആരാണ്? ഇറ്റ്സ് എ മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ്. കാരണം അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇത് എടുക്കുന്നത് ഈ ട്രൈബൽസ് ആണ്. അപ്പൊ അവർക്കൊരു ഇൻകം സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസുകളുടെ മുകളിൽ നമ്മൾ MSP ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് ഈ മേജർ ഫോറസ്റ്റ് പ്രൊഡ്യൂസുകൾ ഉണ്ടാവും. ഒരു മരത്തിന്റെ തടി, അതൊന്നും പക്ഷേ എടുക്കാനേ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് അതിന് മേജർ ഫോറസ്റ്റ് പ്രൊഡ്യൂസുകൾക്ക് MSP ഇല്ലാത്തത്. ഇനി ഈ ഓപ്ഷൻ ഡി കണ്ടോ? CACP or the Commission for the Agricultural Cost and Prices. അത് ഈ MFPകളുടെ MSP എന്ന് പറയുന്ന കണ്ടക്സ്റ്റിൽ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ പോലും നമ്മുടെ നോർമൽ MSP വളരെ ഇമ്പോർട്ടന്റ്. എന്താണ് MSP എന്ന് മനസ്സിലാക്കിയത്? ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് മിനിമം സപ്പോർട്ട് പ്രൈസ്. ഇപ്പൊ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരു കർഷകനെ സംബന്ധിച്ച് അഗ്രികൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റിസ്കിയർ ഉള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃഷി ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കുക, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും അവർ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വിൽക്കുന്ന സമയത്തല്ലേ അവർക്ക് ലാഭം കിട്ടുന്നത്. അപ്പൊ മാർക്കറ്റിൽ വിൽക്കുന്ന സമയത്ത് അവർ ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസ് അവർക്ക് കിട്ടിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പൊ അവർ ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസിനെക്കാളും അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള പ്രൈസ് വളരെയധികം കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ ഗവൺമെന്റിന്റെ ഏതെങ്കിലും രീതിയിലുള്ള സപ്പോർട്ടുകൾ അനിവാര്യമായിട്ട് വരുന്നു. അവിടെ വരുന്ന ഒരു കാര്യമാണ് MSP അഥവാ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത്. ഒരു ക്രോപ്പിംഗ് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഗവൺമെന്റ് എന്ത് ചെയ്യും? MSP അനൗൺസ് ചെയ്യും. ഗവൺമെന്റ് പറയും മാർക്കറ്റ് പ്രൈസിനെക്കാളും നിങ്ങളുടെ മാർക്കറ്റ് പ്രൈസ് ഒരുപാട് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൈസ് തന്നിട്ട് നിങ്ങളുടെ ഫുഡ് ഗ്രെയിൻസ് അല്ലെങ്കിൽ ക്രോപ്പുകൾ ഞങ്ങൾ എടുത്തോളാം എന്ന് പറയും. സോ ഇവിടെ ഇമ്പോർട്ടന്റ് MSP ഈസ് എ മിനിമം ഫ്ലോർ പ്രൈസ്. എപ്പോഴാണ് MSP അനൗൺസ് ചെയ്യുന്നത് എന്നുള്ളത് ഇറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. MSP ഈസ് അനൗൺസ് ബിഫോർ ദ ക്രോപ്പിംഗ് സീസൺ. സോയിങ്ങിന് മുമ്പ്, വിത്ത് ഇറക്കുന്നതിന് മുമ്പാണ് അനൗൺസ് ചെയ്യുന്നത്. ആൻഡ് who calculates MSP in India? Extremely important. It is CACP or the Commission on Agriculture Cost and Prices. ഇന്ത്യയിൽ MSP കാൽക്കുലേറ്റ് ചെയ്യുന്നത് CACP അഥവാ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസസ് ആണ്. കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് അവര്. ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? ഓർ അപ്രൂവ് ചെയ്യുന്നതാണ് ഇറ്റ്സ് CCEA or the Cabinet Committee on Economic Affairs. ഇന്ത്യയിൽ MSP അനൗൺസ് ചെയ്യുന്നത് ആരാണെന്ന് ചോദ്യം വരികയാണെങ്കിൽ അതിന്റെ ഉത്തരം ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ആണ്. അപ്പൊ ഈ ചോദ്യം എന്താ? MSP is declared by, അത് MSP ഫോർ മൈനർ ഫോറസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. സ്പെസിഫിക്കലി പറയാതെ വെറും MSP ആണ് എന്നുണ്ടെങ്കിൽ അത് അനൗൺസ് ചെയ്യുന്നത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ആണ്. കാൽക്കുലേഷൻ ചെയ്യുന്നത് കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസസ് ആണ്. ഇവർ നടത്തുന്ന കാൽക്കുലേഷനുകൾക്ക് ബേസ് ആയിട്ട് CCEA അത് അനൗൺസ് ചെയ്യുന്നു. MSP ഫോർ മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ആണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അവർ അനൗൺസ് ചെയ്യുന്നത്. സോ ഇതിന്റെ ഒരു ഡീറ്റെയിലിങ്ങിലോട്ട് ഞാൻ പോകുന്നില്ല, ബിക്കോസ് ദാറ്റ് ടേക്സ് ടു മച്ച് ഓഫ് ടൈം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് MSP ഈസ് ബേസ്ഡ് ഓൺ കോസ്റ്റ്, or like cost of cultivation.
ഒരു കർഷകന് ചെലവ് വരുന്ന പൈസനേക്കാളും ഒരു മിനിമം എമൗണ്ട് ഹയർ ആക്കി ഉണ്ടാക്കുക എന്നുള്ളതാണ് MSP കൊണ്ട് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. There are three ways of normally measuring a cost. One is A2, the other one is A2 plus FL, the other one is C2. A2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ. അതിന്റെ ഡീറ്റെയിലിംഗിലോട്ട് ഞാൻ പോകുന്നില്ല ബിക്കോസ് ഇറ്റ് വിൽ ടേക്ക് സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് ടൈം. സോ 3 രീതിയിലാണ് MSP കാൽക്കുലേഷന് വേണ്ടി നമ്മൾ കോസ്റ്റുകൾ നോക്കുന്നത്. ഒന്ന് A2, മറ്റൊന്ന് A2 പ്ലസ് FL, മറ്റൊന്ന് C2. ഈ 3 നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യയിൽ MSP ഉള്ള കമ്മോഡിറ്റികൾ ഏതൊക്കെയാണ് എന്നുള്ളതും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. എത്ര കമ്മോഡിറ്റികൾ ഉണ്ടെന്ന് നോട്ട് ചെയ്ത് വെക്കുക. എല്ലാം ഒന്ന് ബൈഹാർട്ട് പഠിക്കണ്ട. ഇന്ത്യയിൽ 23 കമ്മോഡിറ്റികൾക്കാണ് MSP അനൗൺസ് ചെയ്യുന്നത്. മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് അല്ല, അഗ്രികൾച്ചർ പ്രൊഡക്റ്റിന്റെ MSP ആണ് ഈ പറയുന്നത്. 23 ക്രോപ്പുകൾക്കാണ് ഇന്ത്യയിൽ MSP ഉള്ളത്. ഈ 23 ക്രോപ്പുകൾക്ക് പുറമെ 2 എണ്ണത്തിന് ഡിറൈവ്ഡ് MSPകൾ ഉണ്ട്. ഇപ്പൊ ഓപ്ഷനിൽ 23 എന്ന് പറയുന്ന ഒരു ആൻസറിൽ ചിലപ്പോൾ ഒരു ചോദ്യം ഇങ്ങനെ വരാം, ഹൗ മെനി ക്രോപ്സ് ഇൻ ഇന്ത്യ ഹാവ് എൻ MSP എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23 ആണ് ഐഡിയൽ ആൻസർ. 23 ഇല്ലെങ്കിൽ അതിനുള്ള ആൻസർ 25 ആണ്. കാരണം ഇറ്റ്സ് ഡിറൈവ്ഡ് MSPs എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. 2 MSPകൾ ഡിറൈവ്ഡ്. അതായത് ഇവിടെ കണ്ട കൊപ്രയുടെ MSP എത്രയാണെന്ന് ഗവൺമെന്റ് പറയും. കൊപ്രയുടെ MSP എത്രയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഡീഹസ്ക്ഡ് കോക്കനട്ടിന്റെ MSP കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം, MSP എക്സിറ്റ് ഫോർ ക്യാഷ് ക്രോപ്സ് ആസ് വെൽ ആസ് ഫുഡ് ക്രോപ്സ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ക്യാഷ് ക്രോപ്പുകൾക്കും MSP ഉണ്ട്. പല ആളുകളുടെയും വിചാരം ഫുഡ് ക്രോപ്പുകൾക്ക്, ഭക്ഷ്യധാന്യങ്ങൾക്ക് മാത്രമേ MSP ഉള്ളൂ എന്നുള്ളതാണ്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ കേസ്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് among the following scheme is unrelated to energy sector എന്നുള്ളതാണ് ചോദ്യം. എനർജി സെക്ടറുമായിട്ട് യാതൊരു രീതിയിലും ബന്ധപ്പെടാത്ത സ്കീം ഏതാണ്? ഓപ്ഷൻ എ ഉഡൈ, ഓപ്ഷൻ ബി DDUGJY, ഓപ്ഷൻ സി ഉഡാൻ, ഓപ്ഷൻ ഡി PMUY. എന്താണ് ഈ സ്കീമുകൾ? ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഉജ്വൽ ഡിസ്കോം അഷുറൻസ് യോജന. ഈ പറയുന്ന ഓരോ സ്കീമുകളുടെയും ഫുൾ ഫോം നിങ്ങൾ പഠിച്ചിരിക്കണം. വെരി പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ, ലോഞ്ച് ഇയറുകളും നിങ്ങൾ പഠിച്ചിരിക്കണം. ഉജ്വൽ ഡിസ്കോം അഷുറൻസ് യോജന. ഇന്ത്യയിലുള്ള ഡിസ്കോമുകൾ അഥവാ ഡിസ്കോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ്, KSEB പോലെയുള്ള എൻറ്റിറ്റികളെയാണ് നമ്മൾ ഡിസ്കോമുകൾ എന്ന് പറയുന്നത്. ഈ KSEB പോലുള്ള എൻറ്റിറ്റികൾ ബേസിക്കലി ഒരുപാട് ഭയങ്കര നഷ്ടം ഉണ്ടാവുമായിരുന്നു ഒരു 2015 മുമ്പായിട്ട്. 1 സെക്കൻഡ്. സോ നമ്മൾ നോക്കുന്ന സമയത്ത് ഉജ്വൽ ഡിസ്കോം അഷുറൻസ് യോജന എന്ന് പറഞ്ഞ സ്കീം 2015 നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. സോ ദി ബേസിക് ഐഡിയ ഈസ് 2015 മുമ്പ് നമ്മുടെ KSEB പോലുള്ള ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളൊക്കെ ഗണ്യമായ നഷ്ടത്തിലോട്ട് ഓടുമായിരുന്നു. ആ നഷ്ടത്തിന്റെ റിസൾട്ട് ആയിട്ടാണ് ഈ ഡിസ്കോമുകളെ, ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഉഡൈ എന്ന് പറയുന്ന ഒരു സ്കീം ലോഞ്ച് ചെയ്യാണ്. ഇറ്റ്സ് റിലേറ്റഡ് ടു എനർജി സെക്ടർ. 2015 ലോഞ്ച് ചെയ്യുന്നത്. ഫുൾ ഫോം നോട്ട് ചെയ്ത് വെക്കണം. എന്തായിരുന്നു അതിന്റെ ഒബ്ജക്റ്റീവ്? ഡിസ്കോമുകൾക്ക് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ഓർ എൻ എക്കണോമിക് ടേൺ അറൌണ്ട് ഓർ എൻ എക്കണോമിക് റിവൈവൽ ഓഫ് ഡിസ്കോംസ്. ബി DDUGJY, ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമജ്യോതി യോജന. ഇന്ത്യയിലുള്ള എല്ലാ ഗ്രാമങ്ങളിലോട്ടും ഇലക്ട്രിസിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത ഒരു സ്കീമാണ് ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമജ്യോതി യോജന. ഫുൾ ഫോം നോട്ട് ചെയ്ത് വെക്കണം. ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമജ്യോതി യോജന. ലോഞ്ച് ചെയ്ത വർഷം ഏതാ? 2015. ഓപ്ഷൻ സി ഉഡാൻ, ഉദയ് ദേശ് കാ ആം നാഗരിക്. ഉഡാൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യയുടെ ഏവിയേഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്കീമാണ്. ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളിലും എയർപോർട്ടുകൾ ഉണ്ട്. പക്ഷെ എയർപോർട്ടുകളിലോട്ട് ഫ്ലൈറ്റുകൾ ഓടുന്നില്ല. എയർലൈൻ ട്രാഫിക് വളരെ കുറവാണ്. ഇതുപോലെയുള്ള സ്ഥലങ്ങളിലോട്ടുള്ള ട്രാഫിക് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് ഉഡാൻ. ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് RCS ഓർ ദ റീജിയണൽ കണക്ടിവിറ്റി സ്കീം. ഈ സ്കീം ലോഞ്ച് ചെയ്യുന്നത് 2017 ഉഡയ് ദേശ് കാ ആം നാഗരിക്, ഉഡയ് ദേശ് കാ ആം നാഗരിക് ഓർ ദ റീജിയണൽ കണക്ടിവിറ്റി സ്കീം 2017 ലോഞ്ച് ചെയ്തത്. പിന്നെ പ്രധാനമന്ത്രി ഉജ്വല യോജന 2016 ലോഞ്ച് ചെയ്യുന്നത്. അതും എനർജി റിലേറ്റഡ് സ്കീമാണ്. ഉജ്വല യോജന പ്രകാരം ഇന്ത്യയിൽ LPG കണക്ഷൻ ഇല്ലാത്ത വീടുകൾക്ക് LPG സിലിണ്ടറുകൾ കൊടുക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ദി ബേസിക് ഐഡിയ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ RBI മോണിറ്ററി പോളിസിയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൈ പവേർഡ് മണി ഇൻ ഇന്ത്യ റെഫേഴ്സ് ടു. എന്താണ് ഈ ഹൈ പവേർഡ് മണി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് റിസർവ്സ് വിത്ത് RBI. ഓപ്ഷൻ ബി ഓൺ ലോൺസ് ആൻഡ് സെക്യൂരിറ്റീസ് ഓഫ് ബാങ്ക്സ്. ഓപ്ഷൻ സി ഡോളേഴ്സ് ആൻഡ് അതർ ഫോറിൻ കറൻസീസ് ഹെൽഡ് ബൈ RBI. ഓപ്ഷൻ ഡി
currency and that has been issued by the government of India and the RBI? The answer to this question is option D. അതായത് ആർ ബി ഐയുടെ ടോട്ടൽ ലയബിലിറ്റികളെയാണ് നമ്മൾ ഹൈ പവേർഡ് മണി എന്ന് പറയാറുള്ളത്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് റിസർവ് മണി, ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് ഹൈ പവേർഡ് മണി, റിസർവ് മണി, അങ്ങനെ പല പേര്, അല്ലെങ്കിൽ മോണിറ്ററി ബേസ്, അങ്ങനെ പല പേരുകളിൽ ഇത് പറയാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. The system of national accounts or SNA is an internationally agreed system for the estimation of economic activity and national income. It was envisaged by SNA എന്ന് പറയുന്നത് എന്താണ്? സോ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലുള്ള രാജ്യങ്ങളിലൊക്കെ sorry, there was some technical glitch, I guess. So SNA എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് നാഷണൽ അക്കൗണ്ട്സ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ GDP നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ GDP, നാഷണൽ ഇൻകം പോലെ വ്യത്യസ്തമായ ഇൻഡിക്കേറ്ററുകൾ കാൽക്കുലേറ്റ് ചെയ്ത് ഓരോ രാജ്യങ്ങളിലും ഓരോ രീതിയിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് കമ്പാരിസൺ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ അതേസമയം എല്ലാ രാജ്യങ്ങളിലും ഒരേ സിസ്റ്റം രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ GDP കാൽക്കുലേഷനും USA GDP കാൽക്കുലേഷൻ കാര്യങ്ങൾ കമ്പയർ ചെയ്യുക എന്നത് വളരെ എളുപ്പമാണ്. അതിനു വേണ്ടിയിട്ട് ആണ് UN-ന്റെ ഒരു സിസ്റ്റമാണ് SNA 2008, ദ സിസ്റ്റം ഓഫ് നാഷണൽ അക്കൗണ്ട്സിന്റെ ഡോക്യുമെന്റ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലുണ്ടാവും ഓരോ രാജ്യങ്ങളും അവരുടെ MSPകളും ഓരോ കാര്യങ്ങളും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം പോലെയുള്ള കാര്യങ്ങൾ. സോ അതിന്റെ ഒരു സിസ്റ്റം UN ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് SNA എന്ന് പറയുന്നത്. ഓപ്ഷനുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് IBRD, IFC പോലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. എന്താണ് ഈ IBRD, IFC പോലുള്ള കാര്യങ്ങൾ അറിയുക എന്നുള്ളത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. 1944 a group of people around the world gathered in a place called as New Hampshire. വാഷിംഗ്ടണിലെ ന്യൂ ഹാംഷെയറിലെ ബ്രെറ്റൺ വുഡ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഗ്യാദർ ചെയ്യുന്നു. ഈ ബ്രെറ്റൺ വുഡ്സിലുണ്ട് അവിടെ they gathered for a conference which was called as the United Nations Monetary and Financial Conference, UNMFC. It is colloquially called as the Bretton Woods Conference. കാരണം ബ്രെറ്റൺ വുഡ്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നടന്നത് എന്നുള്ളത് കൊണ്ട് it was called as the Bretton Woods Conference. സോ ഈ ബ്രെറ്റൺ വുഡ്സ് കോൺഫറൻസിന്റെ അജണ്ട 1944 വർഷം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 1939 മുതൽ 45 വരെ നടന്നുകൊണ്ടിരുന്ന ലോകത്തിലുണ്ടായിരുന്ന വേൾഡ് വാറിനെ പ്രിവെന്റ് ചെയ്യുക, വേൾഡ് വാർ പോലെയുള്ള യുദ്ധങ്ങൾ, വേൾഡ് വാർ അവസാനിക്കാൻ പോവുകയാണെന്നൊരു തിരിച്ചറിവിൽ നിന്നാണ് ഇങ്ങനെ ഒരു കോൺഫറൻസ് വരുന്നത്. ഇനി അങ്ങോട്ട് ഇതുപോലെയുള്ള യുദ്ധങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു അജണ്ടയിൽ നിന്ന് UN പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ സ്ഥാപിതമാകുന്നു. UN പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ മാത്രം പോരാ, ലോകത്ത് ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ വേണം. ഇപ്പൊ രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫിനാൻഷ്യലി വളരെയധികം ലിങ്ക്ഡ് ആണ് എന്നുണ്ടെങ്കിൽ അവർ യുദ്ധം ചെയ്യാൻ വേണ്ടി മടിക്കും. അതായത് ഇന്ത്യ മറ്റൊരു രാജ്യവുമായിട്ട് ഒരുപാട് ട്രേഡ് ചെയ്യുന്ന രാജ്യമാണെന്നുണ്ടെങ്കിൽ ആ രാജ്യവുമായിട്ട് നമ്മൾ യുദ്ധത്തിലോട്ട് പോകുന്ന സമയത്ത് അവർ ഇങ്ങോട്ട് തരുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് ഒരുപാട് നഷ്ടം വരും. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും. ഒരു ഫിനാൻഷ്യൽ ലിങ്കേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോൺഫറൻസ് വരുന്നത്. അവിടെ 3 ഓർഗനൈസേഷനുകൾ പ്രപ്പോസ് ചെയ്ത് വേൾഡ് ബാങ്ക്, IMF ആൻഡ് ITO. The World Bank, International Monetary Fund, ITO, the International Trade Organization. 3 ഓർഗനൈസേഷനുകളാണ് പ്രപ്പോസ് ചെയ്തത്. പക്ഷെ ITO could not succeed the discussions. 2 ഓർഗനൈസേഷൻസ് ആണ് അതിനുശേഷം സക്സസ്ഫുള്ളി ഫോം ചെയ്യപ്പെടുന്നത്. One is World Bank and the other one is IMF. ബ്രെറ്റൺ വുഡ്സ് കോൺഫറൻസിന്റെ റിസൾട്ട് ആയിട്ട് ഫോം ചെയ്ത 2 ഓർഗനൈസേഷനുകളെയാണ് നമ്മൾ ബ്രെറ്റൺ വുഡ്സ് ട്വിൻസ് അഥവാ ബ്രെറ്റൺ വുഡ്സ് ഇരട്ടകൾ എന്ന് പറയുന്നത്. ഇറ്റ്സ് IMF-ഉം വേൾഡ് ബാങ്കും കൂടിയാണ് നമ്മളിത് പറയുന്നത്. Now what is this idea of World Bank? ആദ്യമായിട്ട് 1944 വേൾഡ് ബാങ്ക് വരുന്ന സമയത്ത് it was IBRD. IBRD stands for International Bank for Reconstruction and Development. Reconstruction and Development of what? So 1939 മുതൽ 1945 വരെ വേൾഡ് വാറിന്റെ റിസൾട്ട് ആയിട്ട് യൂറോപ്യൻ ഇക്കോണമികളൊക്കെ തകർന്ന് തരിപ്പണമായിട്ടുണ്ടായിരുന്നു. യൂറോപ്യൻ ഇക്കോണമികളും അവരുടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ തകർന്ന തരിപ്പണമായ ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ റീകൺസ്ട്രക്ട് ചെയ്യാൻ അവർക്ക് പലർക്കും ഡെവലപ്മെന്റൽ അസിസ്റ്റൻസ് വേണമായിരുന്നു. ആ അസിസ്റ്റൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് IBRD എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ IBRD വരുന്നു, IBRD ലോൺ കൊടുക്കുന്നു.
ആൻഡ് IBRD സ്റ്റാർട്ടഡ് ഗിവിംഗ് ലോൺസ് വിത്ത് ഇൻട്രസ്റ്റ് ഉള്ള ലോണാണ് കൊടുക്കുന്നത്. സോ പണ്ട് വേൾഡ് ബാങ്ക് മെന്റ് IBRD. പിന്നെ ആളുകളുടെ വിചാരം വേൾഡ് ബാങ്കും IBRD ഒന്നാണ് എന്നുള്ളതാണ്. പക്ഷെ ദാറ്റ്സ് നോട്ട് ദ കേസ്. വേൾഡ് ബാങ്ക് എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ടു ഇൻസ്റ്റിറ്റ്യൂഷൻസ്, IBRD ആൻഡ് IDA. World Bank is not IBRD. World Bank is IBRD plus IDA. IDA stands for International Development Association. സോ IBRD വന്നു. പക്ഷെ IBRDയുടെ ഏറ്റവും വലിയ ക്രിറ്റിസിസം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് പൈസയുള്ള ആളുകൾക്ക് മാത്രം ലോൺ കൊടുക്കുന്നു. ഇപ്പൊ വേൾഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് പൈസയുള്ള ആളുകൾക്ക് മാത്രം ലോൺ കൊടുത്തുകൊണ്ട് കാര്യമില്ലല്ലോ. യു ഷുഡ് ഗീവ് ലോൺസ് ടു പൂവർ നേഷൻസ് ഓൾസോ. അതിനുവേണ്ടി യു സെറ്റ് അപ്പ് an organization which is called as IDA or the International Development Association. ഇതിനെ രണ്ടിനെയും കൂടിയാണ് നമ്മൾ വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. There is another term which is called World Bank Group. വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 5 ഓർഗനൈസേഷൻ. ഏതൊക്കെയാണത്? IBRD, IDA. ഈ ഓരോ ഓർഗനൈസേഷനുകളുടെയും പേരും ഫുൾ ഫോം ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ദി അതർ വൺ ഈസ് IFC. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ. IFC അഥവാ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡെവലപ്പിംഗ് രാജ്യങ്ങളിലുള്ള പ്രൈവറ്റ് കോർപ്പറേറ്റുകളൊക്കെ അസിസ്റ്റ് ചെയ്യാനുള്ള ഒരു എൻറ്റിറ്റിയാണ്. നിങ്ങൾ പലപ്പോഴും മസാല ബോണ്ടുകളെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടാവും. റുപ്പിയിൽ നമ്മൾ ഇപ്പൊ കിഫ്ബി ഒക്കെ മസാല ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഈ മസാല ബോണ്ടുകളൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആരാണ്? IFC അഥവാ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ ആണ്. ദെൻ യു ഹാവ് MIGA, വിച്ച് ഇസ് കോൾഡ് ആസ് മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഓർഗനൈസേഷൻ. സോ മിഗയുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പലപ്പോഴും നമ്മൾ അഫ്ഗാനിസ്ഥാൻ പോലുള്ള ഒരു രാജ്യം അല്ലെങ്കിൽ സൊമാലിയ പോലുള്ള ഒരു രാജ്യം എല്ലായ്പ്പോഴും പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ ഇതുപോലെയുള്ള ഒരു രാജ്യത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല. ഇപ്പൊ ഞാൻ അഫ്ഗാനിസ്ഥാനിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്തായിരിക്കും? എൻ്റെ കൺസേൺ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നാളെ ആരെങ്കിലും വന്നിട്ട് എൻ്റെ കൺസ്ട്രക്ഷൻ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും അല്ലെങ്കിൽ എൻ്റെ ബിൽഡിങ്ങുകളൊക്കെ ബോംബിട്ട് തകർത്ത് കഴിഞ്ഞാൽ എല്ലാം പോയില്ലേ, എത്രയും പെട്ടെന്ന് പോയില്ലേ? ദാറ്റ് ഐ കനോട്ട് അഫോർഡ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാതെ ഇങ്ങനത്തെ സെക്യൂർ പ്രശ്നങ്ങളില്ലാത്ത രാജ്യങ്ങളിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷെ അങ്ങനെയാവുന്ന സമയത്ത് ഇതുപോലെയുള്ള പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റികളുള്ള രാജ്യങ്ങളിലോട്ട് ഒട്ടും ഇൻവെസ്റ്റ്മെന്റ് വരില്ല, ആ രാജ്യങ്ങൾ ഒട്ടും വളരില്ല. അതിനു വേണ്ടിയിട്ട് ഇതുപോലെയുള്ള രാജ്യങ്ങളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ബോഡിയാണ് MIGA അഥവാ ദ മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഏജൻസി. പിന്നീട് വരുന്ന ഒരു ഏജൻസിയാണ് ICSID ഓർ ദ ഇന്റർനാഷണൽ സെന്റർ ഫോർ ദ സെറ്റിൽമെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ട്സ്. അതായത് ഇപ്പൊ ഒരു ഫോറിനർ, ഇപ്പൊ ഒരു UK ബേസ്ഡ് കമ്പനി ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തു, എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻറ്റിറ്റിയാണ് ICSID എന്ന് പറയുന്നത്. So, World Bank Group is a combination of 5 institutions: IBRD, IDA, IFC, MIGA, ICSID. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. പക്ഷെ വേൾഡ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 എണ്ണമില്ല, 2 ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഡിസെൻട്രലൈസേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ഒരു ചോദ്യമാണ്. In India, the powers of rural local self-governments have been formalized under the Dash Amendment to the Constitution. Option A 73, 74, 110, 75. Answer is 73. അതായത് ഇന്ത്യയിൽ 1992 വെക്കുന്ന ബില്ലുകളാണ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽ 73, 74 ഒക്കെ. സോ ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക്, റൂറൽ അർബൻ സ്പേസുകളിൽ ഇപ്പൊ ഗ്രാമപഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ പോലുള്ള ബോഡികൾക്ക് അവർക്ക് എന്ത് കൊടുക്കുക? യു വാണ്ടഡ് ടു ഗീവ് ദം കോൺസ്റ്റിറ്റ്യൂഷണൽ പവേഴ്സ്. അങ്ങനെ 2 അമെൻമെന്റുകൾ കൊണ്ടുവരുന്നു, 73rd അമെൻമെന്റും 74th അമെൻമെന്റും. 73rd അമെൻമെന്റ് was spoke about rural local self governments and 74th amendment spoke about urban local self governments. 73 is rural, 74 is urban. അടുത്തതായിട്ട് ഒരു ചോദ്യമാണ്, കഴിഞ്ഞ സെറ്റിന്റെ ഒരു ചോദ്യമാണ്. India's forex reserve as on 1st August 2021 is approximately. ഓപ്ഷൻ എ $330 ബില്യൺ, ഓപ്ഷൻ ബി $530 ബില്യൺ, ഓപ്ഷൻ സി $630 ബില്യൺ, ഓപ്ഷൻ ഡി $730 ബില്യൺ. ഇത് പല ആളുകളും വളരെ ഫാക്ച്വൽ ആയുള്ള ചോദ്യമാണ്, ഇതൊക്കെ എങ്ങനെ പഠിച്ചിരിക്കാനാണ് എന്നുള്ള രീതിയിൽ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, യു സി ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഏകദേശം ഒരു $600-650 ബില്യൺ എന്നുള്ള റേഞ്ചിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് ഇപ്പൊ നമുക്ക് ഒരുപാട് ഫോറിൻ എക്സ്ചേഞ്ച് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവുന്നതിന്റെ റിസൾട്ട് ആയിട്ടാണ് അത് കുറയുന്നത്.
സോ അതുകൊണ്ട് തന്നെ ആ ഒരു ബേസിക് ഫാക്ട് നിങ്ങളിപ്പോൾ പലപ്പോഴും ന്യൂസ് പേപ്പർ ജസ്റ്റ് തുറന്നു നോക്കുക, അതിലുണ്ടാവും RBIയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഇത്രയാണ്, RBIയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഇത്ര കൂടി കുറഞ്ഞു. അപ്പൊ അതൊക്കെ നോർമലി ഇപ്പൊ 500കളിലാണ് കളിക്കുന്നത്. പക്ഷെ ഒരു വർഷം മുമ്പൊക്കെ നിങ്ങൾ കഴിഞ്ഞ സെറ്റ് എക്സാം എഴുതുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ദിവസം ന്യൂസ് പേപ്പറിൽ ആർട്ടിക്കിൾ കണ്ടിട്ട് അത് മാത്രം മതിയായിരുന്നു ആൻസർ ചെയ്യാൻ. ദി ആൻസർ ഈസ് ഓപ്ഷൻ സി, $630 ബില്യൺ. ഇന്ന് അതൊരുപാട് കുറഞ്ഞു. കാരണം നമുക്ക് ഈ കോവിഡ് പോലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, ഇപ്പൊ റഷ്യ യുക്രൈൻ വാറും പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റികളും അങ്ങനെ ഒരുപാട് ഗ്ലോബൽ കമ്മോഡിറ്റി പ്രൈസുകളുടെ ഹൈക്കും ഒക്കെ കാരണം ഇത് ഗണ്യമായിട്ട് കുറഞ്ഞു. ഇപ്പോ നമ്മളുടെ ഫിഗർ ഏകദേശം ഒരു $530 ബില്യൺ ആണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ വർഷം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ വുഡ് ബി $530 ബില്യൺ. ക്ലിയർ ഓർ സംവെയർ ക്ലോസ് ടു ദാറ്റ്. അടുത്തൊരു ചോദ്യം ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ എന്താണ്? ഇൻ ദ റീസെന്റ് പാസ്റ്റ് there has been a significant increase in the foreign exchange reserves of India. ഓപ്ഷൻ റീസൺ പറയുന്നത് the new economic policy has provided incentives for the foreign direct investment. എന്താണ് ഈ അസേർഷൻ റീസൺ ക്വസ്റ്റ്യന്റെ ഫ്രെയിംവർക്കുകൾ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അസേർഷൻ റീസൺ ക്വസ്റ്റ്യനുകളുടെ ബേസിക് ഫ്രെയിംവർക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും വിച്ച് ഇസ് കോൾഡ് ആസ് എ അസേർഷൻ, മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും വിച്ച് ഇസ് കോൾഡ് ആസ് എ റീസൺ. ആദ്യം നിങ്ങൾ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണോ എന്ന് നോക്കുക. എന്നിട്ട് റീസൺ കൃത്യമായിട്ട് അസേർഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് നോക്കുക. സോ യഥാർത്ഥത്തിൽ ഇതുപോലുള്ള ക്വസ്റ്റ്യനുകൾ നിങ്ങൾ ആൻസർ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അസേർഷൻ തെറ്റാണോ എന്ന് നോക്കുക. അസേർഷൻ തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ആൻസർ കിട്ടി, ഡി ആണ് നിങ്ങളുടെ ആൻസർ. സോ അസേർഷൻ തെറ്റാണെങ്കിൽ നിങ്ങൾ ബാക്കി 3 ABC എന്തായാലും നിങ്ങളുടെ ആൻസറുകളല്ല, ഓപ്ഷൻ ഡി ആണ്. ഇവിടെ നമ്മൾ നോക്ക്, ഇൻ ദ റീസെന്റ് പാസ്റ്റ് ദർ ഹാസ് ബീൻ പിന്നെ അസേർഷൻ ശരിയാണ് എന്നുണ്ടെങ്കിൽ റീസൺ നോക്കുക, റീസൺ തെറ്റാണോ നോക്കുക. തെറ്റാണെങ്കിൽ നിങ്ങളുടെ ആൻസർ സി ആയിരിക്കും. പിന്നെ അത് ശരിയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ ഐദർ എയോ ഓർ ബിയോ ആയിരിക്കും. അത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ അല്ലേ എന്നുള്ള രീതിയിൽ. ഈ അസേർഷൻ റീസൺ ക്വസ്റ്റ്യനുകളുടെ സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ് ഇതാണ്. ഒരു അസേർഷൻ ഉണ്ടാവും, റീസൺ ഉണ്ടാവും, ഈവൻ ഓപ്ഷൻസ് പോലും ഇങ്ങനെ തന്നെയായിരിക്കും. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം എക്സാം ഹാളിൽ സേവ് ചെയ്യാൻ പറ്റും. In the recent past, there has been a significant increase in the foreign exchange reserves of the country. ശരിയാണ്, ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകൾ ഇപ്പൊ അടുത്ത് ഒരുപാട് കൂടിയിട്ടുണ്ട്. 630 ബില്യൺ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയ ഫിഗറാണ്. The new economic policy has provided incentives for the foreign direct investment. ശരിയാണ്, 1991 വരുന്ന പുതിയ എക്കണോമിക് പോളിസിയുടെ റിസൾട്ടായിട്ട് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് പോലുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് ഇൻസെന്റീവുകൾ കൊടുത്ത് അതിന്റെ റിസൾട്ടായിട്ട് ഇന്ത്യയിലോട്ട് ഒരുപാട് ഫോറിൻ എക്സ്ചേഞ്ച് ഒഴുകുകയും അതിന്റെയൊക്കെ റിസൾട്ടായിട്ടാണ് ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് കൂടിയിട്ടുണ്ട്. റീസണും ശരിയാണ്, കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. അപ്പൊ ഏതാ ആൻസർ? ഓപ്ഷൻ എ. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. നൗ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. MSMEസുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചൂസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ചാമ്പ്യൻസ്. What is this champions? It was launched on 9th May 2020 by Government of India. വളരെ factual ആയ question. Let's assume you don't know that. Option B. Champions stand for creation and harmonious application of modern processes for increasing the output and national strength. ശരിയാണ്. It is a platform that facilitates a single window solution for the needs of all MSMEs. MSMEകളുടെ ആവശ്യങ്ങളെ ഉള്ള ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം ആണ് ഈ ചാമ്പ്യൻസ് എന്ന് പറയുന്നത്. സോ ബിയും ശരിയാണ്, സിയും ശരിയാണ്. അപ്പൊ എന്താ നിങ്ങളുടെ ആൻസർ? ഡി, ഓൾ ഓഫ് ദി അബോവ്. ലോഞ്ച് ചെയ്യുന്നത് 2020 മെയ് 9 തന്നെയാണ്. ഇനി എന്താണ് ഈ MSMEs എന്ന് നമുക്ക് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഈ വൻകിട ഇൻഡസ്ട്രികളല്ലാത്ത ചെറിയ ചെറിയ ഇൻഡസ്ട്രികൾ ഉണ്ട്, അതിനെയാണ് നമ്മൾ MSMEs എന്ന് പറയുന്നത്. മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. സോ ഇവിടെ മുകളിൽ കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും, താഴെ കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. പഴയ ഡെഫിനീഷൻ ഓഫ് MSME ആണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്, പുതിയ ഡെഫിനേഷൻ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. കമ്പാരിസണിന് വേണ്ടി മാത്രമാണ്. പഴയ ഡെഫിനേഷൻ നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾ പുതിയ ഡെഫിനേഷൻ പഠിക്കുക. അപ്പോ എപ്പോഴാണ് നമ്മളൊരു കമ്പനിയെ മൈക്രോ എന്റർപ്രൈസ് എന്ന് വിളിക്കുന്നത്? ആ കമ്പനിയിലുള്ള ആകെ ഇൻവെസ്റ്റ്മെന്റ് 1 കോടിയിൽ താഴെയാണ് എന്നുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റ് 1 കോടിയിൽ താഴെയും ടേൺ ഓവർ 5 കോടിയിൽ താഴെയും, ഓക്കെ, അതിനെയാണ് നമ്മൾ മൈക്രോ എന്റർപ്രൈസ് എന്ന് പറയുന്നത്. ടേൺ ഓവർ എന്ന് വെച്ചാൽ റവന്യൂ ആണ്, സെയിൽസ് ഒക്കെയാണ്, സെയിൽസ് വോളിയത്തിനെയാണ് നമ്മൾ പറയുന്നത്, സെയിൽസ് വാല്യൂവിനെയാണ് നമ്മൾ പറയുന്നത്. സ്മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോനേക്കാളും വലുത്, 1 കോടിനേക്കാളും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റും 5 കോടിനേക്കാളും കൂടുതൽ ടേൺ ഓവറും ഉണ്ട്. പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് 1 കോടിയുടെ 5 കോടിയുടെ അടക്കം 1 കോടിനേക്കാളും കുറവാണെങ്കിൽ മൈക്രോ, 1ന്റെ 5ന്റെ ഇടയിലാണെങ്കിൽ സ്മോള്, പിന്നെ 1ന്റെ 5 1ന്റെ 10ന്റെ ഇടയിലാണെങ്കിൽ സ്മോള്.
സോ 1 കോടിനേക്കാളും താഴെയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്നുണ്ടെങ്കിൽ മൈക്രോ, 1-ന്റെ 10-ന്റെ ഇടയിൽ സ്മോള്, 10-ന്റെ 20-ന്റെ ഇടയിൽ മീഡിയം, 20-ന്റെ മുകളിലാണെങ്കിൽ ലാർജ് ആയി. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ 1 താഴെ, 1 to 10, 10 to 20, above 20. ടേൺ ഓവറോ ലെസ് ദാൻ 5, 5 to 50, 50 to 100, above 100. ദാറ്റ്സ് ഇറ്റ്, വെരി സിമ്പിൾ. അടുത്തതായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. APC was constituted in. Agriculture Prices Committee was constituted in option A 1960, option B 1965, option C 1980, option D 1970. Answer is actually option B 1965. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഗ്രികൾച്ചർ പ്രൈസസ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ ബോഡി നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് CACP, ദി കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസസ് എന്ന് പറയുന്ന ഒരു ബോഡി ഇല്ലേ, ആ ബോഡിയുടെ പഴയ പേരാണ് ഈ APC എന്ന് പറയുന്നത്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ബി 1965. സോ ആൻസർ അടുത്തത് സർഫേസി ആക്ടിന്റെ എക്സ്പാൻഷൻ എന്താണ്? സർഫേസി ആക്ട് എന്ന് വെച്ചാൽ ജപ്തിയൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ഒരു ആക്ട് ആണ്. ഓപ്ഷൻ എ എന്താ? സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ ആക്ട് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻട്രസ്റ്റ് ആക്ട്. രണ്ടാമത്തോ സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻട്രസ്റ്റ് ആക്ട്. സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻട്രസ്റ്റ് ആക്ട്. സോ ബേസിക്കലി ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ അസറ്റുകൾ, ഇപ്പോൾ ഫിനാൻഷ്യൽ അസറ്റിന് ഒരു ലോൺ കൊടുത്തിട്ട് ലോൺ തിരിച്ചു കിട്ടാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ മോണിറ്റൈസ് ചെയ്യാം, എന്നിട്ട് അതിനെ റീകൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളതാണ് സർഫേസി പോലുള്ള ആക്ടുകളുടെ ഒബ്ജക്റ്റീവ്. സോ ദി ആൻസർ ഈസ് ദ സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻട്രസ്റ്റ് ആക്ട്. സർഫേസി ആക്ട് നിലവിൽ വരുന്ന വർഷം ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. 2002 സർഫേസി ആക്ട് വരുന്നത്, 2002. ആൻഡ് സർഫേസി ആക്ട് മാത്രമല്ല, മറ്റു ചില ആക്ടുകളും കൂടിയുണ്ട്. ഈ ജപ്തിയൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ഒരു ആക്ടാണ് DRT സ്റ്റാൻഡ്സ് ഫോർ ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽസ്. ആൻഡ് ഓൾസോ ഈ DRT പോലെയുള്ള കാര്യങ്ങൾ വരുന്നത്, ഇറ്റ് വാസ് പാർട്ട് ഓഫ് ആൻ ആക്ട് വിച്ച് ഇസ് കോൾഡ് RDB ആക്ട്, ദ റിക്കവറി ഓഫ് ഡെപ്റ്റ് ആൻഡ് ബാങ്ക്രപ്സി ആക്ട്. കൊടുത്ത ലോണിനെ തിരിച്ചടക്കുന്നതുമായിട്ട് തിരിച്ചു പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടാണ് റിക്കവറി ഓഫ് ഡെപ്റ്റ് ആൻഡ് ബാങ്ക്രപ്സി ആക്ട്, RDB ആക്ട് ഓഫ് 1993. RDB ആക്ട് വരുന്ന വർഷം, RDB ആക്ട് അതിന്റെ ഫുൾ ഫോം വർഷം 1993. ഇതിലുള്ള ഈ കൊടുത്ത ലോണിന്റെ തിരിച്ചടവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലേറ്റസ്റ്റ് ആക്ട് ആണ് IBC എന്ന് പറയുന്നത്. IBC വരുന്നത് ഏത് വർഷമാണ്? 2016. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. IBC comes up in the year 2016. Now we'll have a look into Basel norms. Which among the following statement is or are true with reference to Basel III norms? 1. Basel III is an international regulatory accord that introduced a set of reforms designed to improve the regulation, supervision and risk management within the banking sector. ശരിയാണ്, ഇന്റർനാഷണലി റെഗുലേറ്ററി അക്കോർഡാണ്. അതിന്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ബാങ്കിങ് സെക്ടറിലുള്ള റെഗുലേഷനും സൂപ്പർവിഷനും റിസ്ക് മാനേജ്മെന്റും ഉള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. Basel III is an iterative step in the ongoing effort to enhance the banking regulatory framework. Okay, it's an iterative step. Iterative step എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓൾറെഡി ഉള്ള സ്റ്റെപ്പുകളെ you are trying to improve it over a period of time. An iterative process എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? A process that keeps on repeating over a period of time until you get some desired results. So ബിയും ശരിയാണ്. C, തേർഡ് സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? A consortium of central banks from 28 countries published Basel III. Basel അല്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, Basel ആണ്. Basel III in 2009. ശരിയാണ്. 2008 ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസിന് ശേഷമാണ് മൂന്നാമത്തെ ബേസൽ അക്കോർഡ് Basel III വരുന്നത്. നാലാമത്തോ, ഇറ്റ് ഈസ് an iterative effort or step in the ongoing effort to enhance the bank branch expansion. ബ്രാഞ്ചുകൾ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതൊന്നുമല്ല, ബേസിക്കലി ഒബ്ജക്റ്റീവ് ബാങ്കുകൾ തകർന്നു പോവാതെ നോക്കുക എന്നുള്ളതാണ്. സോ 4 ഈസ് റോങ്. ദി ആൻസർ ഈസ് ഓപ്ഷൻ C 1, 2 and 3. ഓക്കെ, സോ ബേസൽ നോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് നോംസ് which is the objective of which is to make sure that the banks do not collapse. It is issued by Basel Committee on Banking Supervision, BCBS, Basel Committee on Banking Supervision. അത് നോട്ട് ചെയ്ത് വെക്കുക. ആദ്യമായിട്ട് ബേസൽ ഫസ്റ്റ് ബേസൽ നോമുകൾ വരുന്നത് 1974 ശേഷമാണ്. അന്നത് 10 രാജ്യങ്ങളായിട്ട് ഉണ്ടായിരുന്നത്. ഇന്ന് 2009 ബേസൽ III നോമുകൾക്ക് ശേഷം 28ഓളം രാജ്യങ്ങളിലാണുള്ളത്. സോ ബേസൽ 1 വരുന്ന വർഷം 1988. വർഷങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ബേസൽ 1 comes up in the year 1988. It focused
പ്യൂർലി ഓൺ ക്രെഡിറ്റ് റിസ്ക്. അതിന്റെ അർത്ഥം എന്താ? ക്രെഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്ക് ഒരാൾക്ക് ലോൺ കൊടുത്തു കഴിഞ്ഞാൽ ലോൺ തിരിച്ചു കിട്ടാതിരിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ബേസൽ 1ന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് റിസ്ക് മാത്രമായിരുന്നു എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ പോസിബിലിറ്റി ഓഫ് എ ലോസ് എന്നുള്ളതാണ്. അവിടെ RW പോലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിന്റെ ടെക്നിക്കാലിറ്റീസിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. റിസ്ക് വെയ്റ്റഡ് അസറ്റ്സിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ടയർ 1 ക്യാപിറ്റൽ പ്ലസ് ടയർ 2 ക്യാപിറ്റൽ, നോട്ട് RW, CAR, ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോയുടെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് I'll show you over here. I'll show it. Okay, let me reach there. Will show you. ഇപ്പൊ ബേസൽ 1 വരുന്നത് 1988 എന്തിലാണ് അവർ ഫോക്കസ് ചെയ്തത്? ക്രെഡിറ്റ് റിസ്കിൽ. ബേസൽ 2 വരുന്നത് 2004 അവിടെ ക്രെഡിറ്റ് റിസ്കിനോട് അപ്പുറത്തോട്ട് സൂപ്പർവിഷൻ, മാർക്കറ്റ് ഡിസിപ്ലിൻ പോലുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നു. വർഷം 2004. ബേസൽ 3 വരുന്നത് 2009 ശേഷം 2010 ഒഫീഷ്യൽ ഗൈഡ് ലൈനുകൾ വരുന്നത്. സോ ഇവിടെ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടയർ 1 ക്യാപിറ്റൽ പ്ലസ് ടയർ 2 ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ് RWA, അതിനെയാണ് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ? അതായത് ഒരു ബാങ്കിന്റെ കയ്യിൽ മിനിമം ഇത്രയെങ്കിലും ക്യാപിറ്റൽ വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന് പുറമെ ക്യാപിറ്റൽ കൺസർവേഷൻ ബഫർ, കൗണ്ടർ സൈക്ലിക്കൽ ക്യാപിറ്റൽ ബഫർ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐ ഡോണ്ട് തിങ്ക് ദോസ് ആർ വെരി ഇമ്പോർട്ടന്റ്. വിൽ ലീവ് ദാറ്റ് ഫോർ ദ ടൈം ബീയിങ്. നൗ major objectives of Atmanirbhar Bharat Abhiyan is option 1, make the nation self-reliant with more focus on local manufacturers. 2, strengthen the economy. 3, improve the standard of living. 4, most importantly, improve the trade deficit. ഈ ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോവിഡ് വന്ന സമയത്ത് ഗവൺമെന്റ് 2020 ലോഞ്ച് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് പദ്ധതികളാണ്. നമ്മളുടെ രാജ്യത്തിനെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. So one speaks about making the nation self-reliant. Okay. Number 2 is about strengthening the economy. Number 3 is about improving the standard of living. And 4 is also speaks about improving the trade deficit. ഇപ്പൊ നമ്മൾ ആത്മനിർഭർ, മറ്റ് രാജ്യങ്ങളെ അധികം ഡിപ്പെൻഡ് ചെയ്യാതെ ഇമ്പോർട്ടുകളൊക്കെ കുറച്ച് ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് കൂട്ടി, ഡൊമസ്റ്റിക് ഇക്കോണമിയെ ഇംപ്രൂവ് ചെയ്ത്, ഡൊമസ്റ്റിക് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇംപ്രൂവ് ചെയ്ത്, ഇങ്ങനെ ഒരു അപ്രോച്ചിനെയാണ് ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്ന് പറയുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി 1, 2, 3, 4. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, പ്രൈമറി ഡെഫിസിറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. The difference between the fiscal deficit of the current year and the interest, it is the difference between the fiscal deficit of the current year and the interest paid by the government. Difference paid by the total revenue and total expenditure of the government. Difference between the total revenue and the total expenditure of the government plus interest payments. Difference between total revenue and total expenditure of the government plus net borrowings. ആൻസർ ഇസ് ഓപ്ഷൻ എ. ഗവൺമെന്റിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റിൽ നിന്ന് ബോറോയിങ്സ് എത്രത്തോളമാണ് എന്നുള്ള റെഡ്യൂസ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേയ്മെന്റ് എത്രത്തോളമാണെന്ന് റെഡ്യൂസ് ചെയ്ത് തന്നെ യു ഗെറ്റ് പ്രൈമറി ഡെഫിസിറ്റ്. 4 ഡെഫിസിറ്റുകളും നിങ്ങൾ വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ദ ഫസ്റ്റ് ഡെഫിസിറ്റ് ഇസ് റവന്യൂ ഡെഫിസിറ്റ്. റവന്യൂ ഡെഫിസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ റെസീപ്റ്റ്സ്. പിന്നെയുള്ള ഒരു റെസീപ്റ്റ് ആണ് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്. എന്താണ് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്? റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ ഒരു പോർഷൻ ഓഫ് ദി എക്സ്പെൻഡിച്ചർ ഈസ് യൂസ്ഡ് ബൈ ദ സ്റ്റേറ്റ്സ് ഫോർ ദ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ. ആ ഒരു പോർഷൻ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് കിട്ടുന്നതാണ് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. പിന്നീടുള്ള ഫിസിക്കൽ ഡെഫിസിറ്റ് എന്താ? ടോട്ടൽ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസീപ്റ്റ്സ് മൈനസ് നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ്. എക്സ്പെൻഡിച്ചറും റെസീപ്റ്റുകളും നമ്മൾ ഡിഫറൻസ് ആണ്, പക്ഷെ ഒരു ടേമിനെ നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നില്ല. ഏതാ? ബോറോയിങ്സ്. സോ ബേസിക്കലി ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രത്തോളമാണ് നമ്മുടെ രാജ്യത്തുള്ള ബോറോയിങ്സ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ഫിസിക്കൽ ഡെഫിസിറ്റ്. ഫിസിക്കൽ ഡെഫിസിറ്റിൽ നമ്മൾ ഇൻട്രസ്റ്റ് ബോറോയിങ്സ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻട്രസ്റ്റ് എമൗണ്ട് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈമറി ഡെഫിസിറ്റ് കിട്ടി. സോ 4 ഡെഫിസിറ്റുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്തതായിട്ട്, the company which won the sale bid of India's national carrier Air India is option B, Thales Private Limited. Basically Tata Group ന്റെ തന്നെ ഒരു entity ആണ് Thales Private Limited. This is the idea of privatization. എയർ ഇന്ത്യ ഒരുപാട് കാലങ്ങളായിട്ട് ഇൻഎഫിഷ്യന്റ് ആയിട്ട് സോഷ്യൽ വെൽഫെയർ റെഡ്യൂസ് ചെയ്ത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ റിസൾട്ട് ആയിട്ട് ദ ഗവൺമെന്റ് ഡിസൈഡഡ് ടു പ്രൈവറ്റൈസ് എയർ ഇന്ത്യ ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ഡിസ്ഇൻവെസ്റ്റഡ് ടു Thales Private Limited. ഇനി ദിസ് ഇസ് എ ബിഗ് ക്വസ്റ്റ്യൻ. ഒരൊറ്റ സ്ലൈഡിൽ ഉൾപ്പെടുത്തിക്കുന്നതിനോട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. സം പോർഷൻസ് ഹാസ് ബീൻ ഗോൺ ഔട്ട്. അത് ഞാൻ വായിച്ചു തരാം. 2 ലിസ്റ്റുകളുണ്ട്. ലിസ്റ്റ് 1 4 സ്കീമുകളെ പറ്റിയാണ് പറയുന്നത്.
പ്രധാനമന്ത്രി ഫസൽ ബിമ യോജന, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന, പരമ്പരാഗത കൃഷി വിജ്ഞാൻ യോജന. അഗ്രികൾച്ചർ റിലേറ്റഡ് ആയുള്ള 4 സ്കീമുകളാണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇതിന്റെ ഒബ്ജക്റ്റീവുകളും കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റത്തേത് പ്രധാനമന്ത്രി ഫസൽ ബിമ യോജന. അവിടെ കൊടുത്തിട്ടുള്ളത് എന്താ? പ്രൊവൈഡ് എ കോംപ്രഹെൻസീവ് റിസ്ക് സൊല്യൂഷൻ അറ്റ് ദ ലോവസ്റ്റ് യൂണിഫോം പ്രീമിയം അക്രോസ് ദ കൺട്രി ഫോർ ഫാമേഴ്സ്. ഓക്കെ, ഇതിന്റെ ഒബ്ജക്റ്റീവ് തന്നെയാണ്. ഫാമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഫാമേഴ്സിനും ഒരേ പ്രീമിയം എന്നുള്ള രീതിയിൽ അവർക്ക് ഒരു റിസ്ക് സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ ബേർഡൻ കുറച്ചൊരു ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസൽ ബിമ യോജനയുടെ ഒബ്ജക്റ്റീവ്. ശരിയാണ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പ്രൊവൈഡ് ഇൻകം സപ്പോർട്ട് ടു ഓൾ ലാൻഡ് ഹോൾഡർ ഫാമർ ഫാമിലീസ് അക്രോസ് ദ കൺട്രി. ഇൻകം അതിന്റെ അർത്ഥം എന്താ? ഓൾ ലാൻഡ് ഹോൾഡർ ഫാമിലി, ലൈക്ക് ശരിയാണ്, ഇന്ത്യയിലുള്ള ഫാമർ ഫാമിലികളിലോട്ടൊക്കെ ഒരു ഇൻകം സപ്പോർട്ട് ഒരു വർഷം ഒരു 6000 രൂപ 2000 രൂപയുടെ 3 ഇൻസ്റ്റാൾമെന്റുകളായിട്ട് കൊടുക്കുന്ന സ്കീമാണ് കിസാൻ സമ്മാൻ നിധി. പിന്നെ ഉള്ളതാണ് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന. ഈ മാൻധൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പെൻഷൻ എന്നുള്ളതാണ്. ഓൾ മാൻധൻ യോജനാസ് ആർ പെൻഷൻ സ്കീംസ്. ശ്രാം യോഗി മാൻധൻ യോജന, കിസാൻ സമ്മാൻ യോജന. റൈറ്റിൽ കൊടുത്തിട്ടുള്ളത് എന്താ? പ്രൊവൈഡ് ഹൈ വെറൈറ്റി സീഡ്സ് ഫോർ സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്. അതല്ല മാൻധൻ യോജനയുടെ ഒബ്ജക്റ്റീവ്. മാൻധൻ യോജനയുടെ ഒബ്ജക്റ്റീവ് കർഷക പെൻഷൻ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ 3 തെറ്റാണ്. അപ്പൊ തന്നെ നമുക്ക് ആൻസർ എത്തിയില്ലേ? 1, 2, 4. പിന്നെ എന്താ നോക്കുന്നത്? 4 പരമ്പരാഗത കൃഷി വികാസ് യോജന. ഗവൺമെന്റ് ഈ ജൈവ കൃഷിയും ഓർഗാനിക് ഫാമിങ്ങും നാച്ചുറൽ ഫാമിങ്ങും പ്രകൃതി കൃഷി പോലുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ള സ്കീമാണ് പരമ്പരാഗത കൃഷി വികാസ് യോജന. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ സി. 1, 2 and 4 ആർ കറക്റ്റ്ലി മാച്ച്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ, സർഫേസി ആക്ട് ഹാസ് ബീൻ എനാക്റ്റഡ് ഇൻ ദ ഇയർ. നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ആൻസർ ഈസ് ഓപ്ഷൻ സി 2002. So by that we come to the end of our discussion on the set of discussions on the previous year questions for Indian economy for our set examination. By that we are done. Baki, if you have anything else or any areas that you have doubts that can be cleared over in our classes in the platform, enter the platform. We will have very detailed classes for the entire syllabus. If you have any doubts, you can ask, or else we'll stop for the time being. Okay, if there are no doubts, then I'll stop. Thank you.